ദിവസം എന്തുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കുക? നമ്മുടെ അപ്പൻ ഈശോയുടെ കൂടെയാണ്. ഒന്നാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. നമ്മുടെ അപ്പനെ സംബന്ധിച്ച് യേശുവിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അപ്പൻ യേശുവിന്റെ കൂടെയാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, ഈശോയിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, വചനം പറയുന്നു, എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ലഭിക്കും. നമ്മുടെ അപ്പൻ വചനമനുസരിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. വചനത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിർണയിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈശോയുടെ കൂടെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുകയാണ്. വീണ്ടും വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശു പറയുന്നു, ഈ ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല, അവന് നിത്യജീവൻ ലഭിക്കും എന്ന്. ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരൂപിയാകും. ഈ ജലം എന്ന് പറയുന്നത് മാമോദീസായുടെ ജലമാണ്. ഒരു ക്രിസ്ത്യാനിയായിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തിയായിരുന്നു നമ്മുടെ അപ്പൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഈശോയോട് കൂടെയായിരുന്നു. നാലാമതായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യജീവൻ ലഭിക്കും. ഈ അപ്പം ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യജീവൻ ലഭിക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ വിശുദ്ധ ദിവ്യകാരുണ്യം തന്റെ ജീവിതത്തിൽ മുടങ്ങാതെ സ്വീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അപ്പൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറഞ്ഞത്, ഈശോയുടെ ഒപ്പം ഇരിക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് 1 എന്ന് പറയുന്നത്. ആഗസ്റ്റ് 1-ാം തീയതി അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ ദുഃഖിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ സന്തോഷിക്കേണ്ട ദിവസം കൂടിയാണ് ഈ ആഗസ്റ്റ് 1 എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, നമ്മുടെ സാക്രമെന്റൽ ലൈഫ് എന്ന് പറയും, ഔദാശികപരമായിട്ടുള്ള നമ്മുടെ ജീവിതം നമ്മോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുക എന്നാണ് വചനം പറയുന്നത്. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ സംശയങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്, പ്രത്യേകിച്ച് പഞ്ചാബിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പുതിയ ക്രിസ്ത്യാനികളാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒത്തിരി സംശയങ്ങളാണ്. വചനം നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ സംശയങ്ങൾ കൂടി ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒന്നാമതായിട്ട് അവർ ചോദിക്കുന്ന സംശയം ഇതാണ്: അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് നിത്യജീവൻ ലഭിക്കുമല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്?
മറ്റുള്ള കൂദാശകളൊക്കെ സ്വീകരിക്കേണ്ട കാര്യം എനിക്ക് എന്തുണ്ട്? ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അത്രയും മതി. പള്ളിയിലൊന്നും ഞാൻ പോകില്ല. യേശുവിൽ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് നിത്യജീവൻ ലഭിക്കുമോ? നിത്യജീവൻ ലഭിക്കുമോ? അല്ല, വചനം പറയുന്നത് അങ്ങനെയല്ലേ? നമുക്ക് യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിത്യജീവൻ ലഭിക്കുന്ന പറയണം. അത്ര പോലെ യേശുവിൽ വിശ്വസിച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതാണ് വചനം പറയുന്നത്. നമുക്ക് നിത്യജീവൻ ലഭിക്കും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മൾ പഞ്ചാബിലെ മിഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം. നമുക്കറിയാം, ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ സാഹചര്യങ്ങൾ അവന് ഉതകും രീതിയിലുള്ളതായിരിക്കില്ല. ഒരു യേശുവിൽ അവന് വിശ്വാസമുണ്ട്, അവൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ കണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അവന് യേശുവിന് വിശ്വാസമുണ്ട്. പക്ഷേ അവന് അതിന് മുകളിലേക്ക് അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടാണ് വചനം പറയുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്ന്. എന്നാൽ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച് ഈശോയെ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞ ഒരു വ്യക്തിക്ക് യേശുവിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് നിത്യജീവൻ ലഭിക്കൂല. കാരണം വചനം പറയുന്നു, ഞാൻ നിനക്ക് എത്രത്തോളം അധികമായിട്ട് നൽകിയോ അത്രത്തോളം കൂടുതലായിട്ട് നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിൽ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നിത്യജീവൻ ലഭിക്കില്ല. രണ്ടാമതായിട്ട് വചനം പറയുന്നത് പ്രകാരമാണ്, അവന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ലഭിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾക്കറിയാം, ഒരു കൊച്ച് ജനിച്ച പാടെ തന്നെ അവന് എഴുതാനും വായിക്കാനും അറിഞ്ഞുണ്ടാവും. കേൾക്കുന്നത് മുഴുവനും അവന് മനസ്സിലാക്കില്ല. അപ്പോൾ ചില വ്യക്തികളോട് പറയാറുണ്ട്, പഞ്ചാബിൽ പറയാറുണ്ട്, യേശുവിൽ എനിക്ക് വിശ്വാസമുണ്ട്, അവന്റെ വചനം ഞാൻ വായിക്കാറുണ്ട്, അവന്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കാറുണ്ട്, പക്ഷെ പള്ളിയിലൊന്നും ഞാൻ പോകില്ല. നിത്യജീവൻ ലഭിക്കുമോ? നിത്യജീവൻ ലഭിക്കൂല. കാരണം എന്താണ്? നമുക്ക് വായിക്കാനും എഴുതാനും ഒക്കെയുള്ള കഴിവ് കിട്ടിയതിന് ശേഷം അത് ചെയ്യാതിരുന്നാല് നമുക്ക് എന്ത് കിട്ടൂല? നിത്യജീവൻ ലഭിക്കൂല. അപ്പൊ ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്, ഗ്രാജുവലായിട്ടുള്ളൊരു മുന്നേറ്റമുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ നിത്യജീവനിലേക്ക് വളരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നാണ് വചനം പറയുന്നത്. മൂന്നാമതായിട്ട് മാമോദീസ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. മാമോദീസ എന്ന ആ ജലം, നിത്യജീവന്റെ ജലം നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. നിത്യജീവന്റെ ജലം സ്വീകരിക്കാനായിട്ട് എനിക്ക് അവസരങ്ങളുണ്ടെങ്കിൽ, മാമോദീസ സ്വീകരിക്കാനായിട്ട് എനിക്ക് അവസരമുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു, പക്ഷെ ഞാൻ മാമോദീസ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാല് എനിക്ക് നിത്യജീവൻ ലഭിക്കണമെന്ന് ഇല്ല. നാലാമതായിട്ട് നിത്യജീവന്റെ അപ്പം നീ ഭക്ഷിക്കണം. നിത്യജീവന്റെ അപ്പം നീ ഭക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മം എന്ന് പറഞ്ഞൊരു കർമ്മം വെച്ചിട്ടുണ്ട്. അപ്പോ പ്രായപൂർത്തിയായി കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള വകതിരിവ് വന്നതിന് ശേഷം അവർക്ക് ഈശോയാകുന്ന അപ്പം നൽകാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അപ്പനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം യേശുവില് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. രണ്ടാമതായിട്ട് മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. മൂന്നാമതായിട്ട് വചനം വായിക്കുകയും അതനുസരിച്ച് അത് കേൾക്കുകയും അതനുസരിച്ച് തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. നാലാമതായിട്ട് അദ്ദേഹം നിത്യജീവന്റെ അപ്പം, ദിവ്യകാരുണ്യം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വെച്ചത്, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിനമാണ്. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാനായിട്ട് പോവുകയാണ്. ആ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. അത്
വിശുദ്ധ ഗ്രന്ഥത്തില് പറഞ്ഞു വെക്കുന്ന ഈ വചനം നമ്മുടെ എല്ലാം മരണത്തെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കേണ്ട അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. മരണം ഒരിക്കലും ഒരു അന്ത്യമല്ല. മരണം ഒരിക്കലും ഒരു അന്ത്യമല്ല. പലപ്പോഴും മരണത്തോടു കൂടെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തില് നമുക്ക് ഈ പറയുന്ന ഭൂമിയാണ് എല്ലാം എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. കൊരിന്ത്യൻകാർക്ക് എഴുതിയ ലേഖനത്തില് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഈ ഭൂമി നിങ്ങൾക്ക് ഒരു കൂടാരമാണ്. നമുക്കറിയാം എന്താണ് കൂടാരമെന്ന്. കൂടാരം എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു വീടല്ല. പെർമനന്റ് ആയിട്ടുള്ള ഒരു വീടല്ല. അത് ഒരു യാത്രികന്റെ വീടാണ്. രാത്രിയാകുമ്പോൾ നമ്മൾ ആ വീട്ടിൽ കഴിച്ചു കൂട്ടുകയും പിറ്റേ ദിവസം നമ്മൾ ആ കൂടാരം അഴിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരുകയും ചെയ്യും. ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഒരു കൂടാരമാണ്. ഒരു ദിവസം നമ്മൾ ആ കൂടാരം വിട്ട് നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള ഭവനത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും. എപ്പോഴാണ് നമ്മൾ അത്തരത്തില് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് മാറുന്നത്. നമ്മുടെ മുൻപിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് ഒരു ദിവസം നമ്മൾ എത്തിച്ചേരണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ ചെയ്തികളും എല്ലാ ചിന്തകളും നമ്മൾ അതനുസരിച്ച് നിയന്ത്രിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു നിത്യഭവനത്തിലേക്ക് നമ്മുടെ അപ്പൻ പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മളും ഒരു ദിവസം ആ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് എന്ന ചിന്തയോടുകൂടി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. പേരിന് മാത്രം ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. ക്രിസ്ത്യാനിയാണ്, എന്നാൽ ഈ ഒരു രീതിയിലുള്ള ഒരു ദിവസം നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റൂല. നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. രണ്ട് കൈയും തുറന്നിട്ടിട്ട് നമ്മൾ പോകണം മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ കൂടെ വരുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള നന്മകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അപ്പൻ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: പ്രിയമുള്ള മക്കളെ, ഞാൻ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നിങ്ങളും ഒരു ദിവസം എപ്രകാരമാണോ ഞാൻ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിച്ചത്, മരണമാകുന്ന വാതിലിലൂടെ ഈ പെർമനന്റ് അല്ലാത്ത, എന്നും നിലനിൽക്കാത്ത ഈ ഭൂമി വിട്ട് നിങ്ങളും എന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നേ ദിനം നമ്മുടെ അപ്പൻ. നമുക്ക് അല്പസമയം മൗനമായിട്ട് നമ്മുടെ അപ്പൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാവിധ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നമ്മുടെ അപ്പൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മുടെ അപ്പനെയും സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മുഴുവൻ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ വിശദീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയോട് കീഴപേക്ഷിച്ചുകൊണ്ട് അങ്ങേ ദാസൻ ദേവസ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്വസ്ത്രബലി സ്വീകരിക്കുകയും ഇയാളെ തൃക്കൺപാർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുരഞ്ജനത്തിന്റെ ബദ്ധാനുഷ്ഠാനങ്ങൾ വഴി ഇയാൾ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ അർഹത നേടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ധന്യമായ ഉത്ഥാനത്തിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് പ്രസ്പഷ്ടമായി. അങ്ങനെ മരണത്തിന്റെ സുനിശ്ചിതമായ അവസ്ഥയിൽ ആകുലരാകുന്നവർ വരാനിരിക്കുന്ന മർത്യതയുടെ വാഗ്ദാനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്നാൽ കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ ജീവിതത്തിന് മാറ്റം വരുന്നതേയുള്ളൂ, അവസാനിക്കുന്നില്ല. ഈ ലോക ജീവിതാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യഭവനം സജ്ജമാക്കപ്പെടുന്നു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. ദൈവം
ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണം ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പം രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപപക്ഷനായ ജോസഫ് കാരിക്കശ്ശേരി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവൻ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്കും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത്
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും വിശ്വാസത്തോടെ
അങ്ങേ ഉടമ്പടിയിൽ പങ്കാളിയാകാൻ അങ്ങനെയാക്കിയ ഞങ്ങളുടെ സഹോദരൻ ദേവസിയുടെ ആത്മാവ് ഈ ദിവ്യരഹസ്യത്തിന്റെ ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ സമാധാനത്തിൽ അനവരതം ആനന്ദിക്കുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നല്ല കർത്താവും മകനും പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരരെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായി എന്നോട് നാഥാ നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹ, അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് മഹിതാശയർതൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. ഒരു വത്സലരാം സ്ലീഹരമൊരുപോൽ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ.
അഗാധത്തിൽ നിന്നെ വിളിക്കുന്നു, മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നുവെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിൽ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നെ വിളിക്കുന്നു, മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമയങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന സന്തോഷകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.